ആഫ്രിക്കയിലെ പുൽമേടുകളിൽ 2,00,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരുടെ ഉൽപ്പത്തിയുണ്ടായി. അവിടെ നിന്ന് ആദിമ ഹോമോസേപ്പിയൻ മാതാവിൻ്റെ മക്കളുടെ പരമ്പര വടക്കോട്ട് സഞ്ചരിച്ച് ചെങ്കടൽ കടന്ന് പശ്ചിമേഷ്യ വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുമെത്തി. പശ്ചിമഘട്ടത്തിലൂടെ സഞ്ചരിച്ച അവർ വയനാടൻ മലനിരകളിലുമെത്തി അധിവാസമുറപ്പിച്ചു. ഇവിടെയാണ് ലോകപ്രശസ്തമായ എടക്കൽ ശിലാസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ജൈവ വൈവിധ്യം കൊണ്ട് അതീവ സമ്പന്നമായ ഈ പ്രദേശം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണിപ്പോൾ. നീലഗിരിയിലെ ജേനുകുറുമ്പരുടെ DNA പരിശോധനയിൽ അവർ 85,000 വർഷങ്ങൾക്ക് മുൻപ് അവിടെ എത്തിയ ആദിമ മനുഷ്യരുടെ പിന്തുടർച്ചക്കാരാണെന്ന് തെളിയുകയുണ്ടായി. മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദിമ മുദ്രകളിലൊന്നായ കൊത്തുചിത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന വയനാടൻ മലനിരകളാണിത്. എടക്കൽ പാറച്ചിത്രങ്ങൾ ആദ്യം പഠിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഫ്രെഡ് ഫോസറ്റ് ഇതേ വഴിയിലൂടെയാണ് എടക്കലിലെത്തിയത്. മഹാശിലാ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായ സ്മാരകശിലകളുടെ വലിയൊരു ശൃംഖലയാണിവിടം. ആഹാരം തേടി അലഞ്ഞു നടന്ന മനുഷ്യർ കൃഷി ജീവിത രീതിയാക്കിയപ്പോൾ ഒരിടത്ത് അധിവാസമുറപ്പിച്ചതിൻ്റെ തെളിവുകളാണ് ഈ ശിലാപേടകങ്ങൾ. ഇതാ വേട്ട സംസ്കാരത്തിൻ്റെ ഉപകരണമായ അമ്പും വില്ലുമായി നടക്കുന്ന ഒരു തദ്ദേശീയൻ. പ്രകൃതിദത്തമായ പല ആകൃതിയിലുള്ള പാറകളുടെ ഒരു ബൃഹത് കലാശില്പമായി അനുഭവപ്പെടുന്നു ഇവിടം. കടും ചുമപ്പ് നിറത്തിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു വയനാടൻ ഗിരിശൃംഗം. ബ്രിട്ടീഷ് അധിനിവേശത്തോടുകൂടി വാണിജ്യവിളകളുടെ കേന്ദ്രമായി മാറിയ കുപ്പമുടിയിലെ കാപ്പിത്തോട്ടങ്ങൾ കടന്നാൽ അതിദീർഘമായ ചരൽപാത. തുറന്ന പ്രതലത്തിലെത്തിയാൽ ദൂരെ എടക്കൽ ഗുഹ നിൽക്കുന്ന അമ്പുകുത്തിമല. താഴെ എടക്കൽ ഗുഹയുടെ ഇരുമ്പു കവാടം. മലയുടെ താഴെയുള്ള ഇടുങ്ങിയ കവാടം വഴിയാണ് ഇപ്പോൾ സന്ദർശകർ മുകളിലെത്തുന്നത്. അകത്തെ മങ്ങിയ വെളിച്ചത്തിൽ പച്ചപ്പൂപ്പൽ പുരണ്ട പാറച്ചുമരുകളിൽ കോറിവരച്ച രേഖകൾ പതിയെ തെളിയുന്നു. What is very interesting is this evolution of art itself can be seen as a kind of evolution of symbolism, language, and developed human cognition. So there would have been definitely or undoubtedly a systems of communication for these people. It would have been a shared symbolism among them to which they attached a certain kind of meaning, which our language is finding it difficult to decipher because only the people who created will know for sure. I think normally rock art is associated with the Mesolithic. And the only lacunae here which published sources have been telling us is we have very stray finds of the Mesolithic and Neolithic from the archaeological context. But recent explorations over here have yielded Neolithic pottery and even megalithic pottery. So perhaps from looking at some of the petroglyphs, it could be that there was a Mesolithic, Neolithic, megalithic transition clearly over here. സന്ദർശകർക്ക് എടക്കൽ ഒരു ഗാലറി ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇരുവശവും കാഴ്ചക്കായി ഒരുക്കി വച്ചതുപോലെ പാറ നിറയെ ചിത്രങ്ങൾ.
രണ്ട് ഭാഗത്തും ആദ്യം കാണുന്ന ചിത്രങ്ങൾ ആരാധനാലയങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യരൂപങ്ങൾ. അവയോട് ചേർത്ത് സ്ത്രീ ജനനേന്ദ്രിയം വരച്ചിരിക്കുന്നു. ആദിമ മനുഷ്യഭാവനയുടെ ആവിഷ്കാരമായ ഒരു വാസ്തുരൂപമാണ് എടക്കൽ എന്ന് പറയാം. വൻകരകൾ താണ്ടി ഇവിടെയെത്തിയ ആദിമ മനുഷ്യർ ആ ചിത്രങ്ങൾ കോറിയിടുന്ന ഒരു സ്വപ്ന ദൃശ്യം ഭാവനയിൽ തെളിഞ്ഞു. ഇവിടെ എത്തിച്ചേർന്ന ആദിമ മനുഷ്യരുടെ പിന്തുടർച്ചക്കാരായ മുള്ളുക്കുറുമ്പർ അധിവസിക്കുന്ന ഇടമാണിത്. വേട്ടയാടി ജീവിച്ചിരുന്ന അവർ പിന്നീട് കാർഷിക വൃത്തിയിലേക്ക് പരിണമിച്ചു. നെൽകൃഷി വ്യാപകമായപ്പോൾ മലമുകളിൽ നിന്ന് അവർ താഴ്വാരത്തെ നെല്ലറച്ചാലിലേക്ക് ഇറങ്ങി വന്നു. വർഷങ്ങളായി, എത്രയോ ഒരു തലമുറ കഴിഞ്ഞ്. എടക്കൽ തറവാട് തന്നെയുണ്ട്. ദേവി വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വരും. അവിടുന്ന് കുറച്ച് പേര് അവിടെ അത് ആരാധിക്കുന്നുണ്ട്. അതേ ദൈവത്തെ ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഇവിടെയുണ്ട്. മുടിയമ്പില്ലി ആരങ്കിളച്ചൻ തമ്പുരാട്ടിയമ്മ തെയ്യം കെട്ടുന്നത് ഞങ്ങളെ ഒരാൾ തന്നെ ഇവിടെ തമ്പുരാട്ടി കോലം കെട്ടും. പിന്നെ മലയന്മാർ വരും. പ്രാക്തന ജീവിത രീതിയായ നായാട്ടും കൃഷിയും വലിയ മാറ്റമില്ലാതെ ഇന്നും നിലനിർത്തുന്നവരാണ് മുള്ളുക്കുറുമ്പർ. നായാട്ട് പോവും. നായാട്ടിനൊരു പ്രത്യേകതയുണ്ട്. വെച്ചാൽ എല്ലാ ആളുകളും ഈ കുറുമർ നായ വളർത്തും. ഒന്നോ രണ്ടോ നായയെ വളർത്തും. അപ്പോൾ അതിൽ നായനെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ നായാട്ടിന് പോകാൻ മുഖ്യ ഒരു ശക്തി നായയാണ്. കുറുമരിടയിൽ പുലി കൊല്ലുന്ന ഒരാൾക്കൊരു അംഗീകാരമുണ്ട്. സൂര്യപുരാദേവൻ തൻ്റെ വീര്യമുള്ള രാമൻ ജനകപുത്രിയോടും തൻ്റാനൂസനോടും കൂടി സത്യത്തിനെ പാലിപ്പാനെ ഇട്ടുടനെ രാമൻ. ഫ്രെഡ് ഫോസറ്റ് 1901 എഴുതിയ പഠനത്തിലൂടെയാണ് എടക്കൽ ചിത്രങ്ങളെ ലോകം അറിയുന്നത്. അദ്ദേഹത്തിന് അവ പിശാച നൃത്തത്തിൻ്റെ ചിത്രങ്ങളായിട്ടാണ് തോന്നിയത്. സംസ്കാര ചരിത്രകാരനായ കേസരി എ ബാലകൃഷ്ണപിള്ള എടക്കലിലെ ചില ചിഹ്നങ്ങളെ മോഹൻജദാരോ മുദ്രകളിലെ ചിത്രലിപികളുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. ഈ പാറച്ചുമരുകളിൽ കോറിയിട്ട പല രൂപങ്ങളുടെയും മുടിയും മുഖപ്പാളയും നെയ്യലങ്കാരങ്ങളുമൊക്കെ അതേ രീതിയിൽ ഉത്തര മലബാറിലെ അനുഷ്ഠാന രൂപങ്ങളിൽ ഇന്നും കാണാം. ആ രൂപങ്ങൾ ജീവൻ വെച്ച് ഇറങ്ങി വന്നാൽ ഇവിടെയുള്ള ഗ്രാമവാസികൾക്ക് ഒരപരിചിതത്വവും തോന്നുകയില്ല. ഈ സംസ്കാരത്തെക്കുറിച്ച് അറിവില്ലാത്ത വിദേശികളാണ് ഇവയെ തെറ്റായി വായിച്ചത്. എടക്കൽ ചിത്രങ്ങൾ ദക്ഷിണേന്ത്യയിലെ സംസ്കാര ചിഹ്നങ്ങളുടെ യഥാതഥ കോറിയിടലുകളാണ്. അവയിലെ ലംബമാനതയും രേഖാപരതയും പിൽക്കാല ദക്ഷിണേന്ത്യൻ ചിത്രശില്പകലകളിൽ തുടരുന്നത് കാണാം. പല കാലങ്ങളിൽ എഴുതിയ ലിഖിതങ്ങൾ ഈ ചുമരുകളിലുണ്ട്. നമുക്ക് വായിക്കുവാൻ അറിഞ്ഞുകൂടാത്തതും വിനിമയ ചിഹ്നങ്ങളെന്ന് കരുതാവുന്നതുമായ ചിത്രരൂപങ്ങളും ഇവയോടൊപ്പം കാണുന്നു. ഫാസറ്റ് സ്കെച്ചുകൾ പ്രതീകങ്ങളായി പറയുന്നതിൽ പലതും സ്കെച്ച് പ്രതീകങ്ങളല്ല, മറിച്ച് ലിഖിതങ്ങളാണ്. 3 തരം ലിപിശൈലി എടക്കൽ ഗുഹയിലുണ്ട്. ഒന്ന് പാമ്പിഴയുന്നത് പോലുള്ള സർപ്പിള ബ്രാഹ്മി ശൈലി, 2 ബൂസ്ട്രോഫഡൻ എന്ന് പറയുന്ന ലിപിശൈലി, മറ്റൊന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്ന സാധാരണ ലിപിശൈലി. മലയാള ഭാഷയിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ ലിപികൾ ഈ ചുമരുകളിലുണ്ടെന്ന് ചില ഭാഷാ പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ഈ പഴമയെന്ന ലിഖിതം മലയാള ഭാഷയുടെ പഴക്കത്തെ ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയി. മലയാളത്തിൻ്റെ ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് അതും ഒരു തെളിവായി. ഈ പഴമ എന്നത് ഏറ്റവും പഴയ ദേവതയായ കൊല്ലിപ്പാവയെ സൂചിപ്പിക്കുന്നുവെന്ന് ചില തമിഴ് ഭാഷാ പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ആഖ്യാന തുടർച്ച നിലനിർത്തിക്കൊണ്ട് വരച്ചതാണ് ഈ ചിത്രപരമ്പര. പ്രജനന സൂചകമായ സ്ത്രീ ജനനേന്ദ്രിയ ചിത്രത്തോടുകൂടി ആരംഭിക്കുകയും മരണാനന്തരക്രിയയെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന മനുഷ്യജീവിതത്തിൻ്റെ ആഖ്യാനം. ഇതിൽ മനുഷ്യരൂപങ്ങൾ, ദേവതാരൂപങ്ങൾ, പ്രത്യുൽപാദന ചിഹ്നങ്ങൾ, പക്ഷിമൃഗാദികൾ,
സസ്യരൂപങ്ങൾ, ജ്യാമിതീയ ചിഹ്നങ്ങൾ എല്ലാം നിറഞ്ഞിരിക്കുന്നു. If someone asks about the archaeology of the site, definitely we'll start with the Mesolithic period, which would mean that some of the drawings there, some of the engravings there must be of that period. But generally, Mesolithic period is associated with paintings. We haven't seen engravings as such, although petroglyphs are noted. This must be therefore a transitional phase, Mesolithic period dissolving itself into the late Stone Age. Late Stone Age would mean Microlithic period. And an interesting thing is, Microlithic period and Neolithic period converge in the case of Kerala. Edakal rock is a highly pulverized kind, very soft. You can make incisions with the help of a Neolithic celt. You don't require an iron implement to do that. But at the same time, you have certain thin marks. Thin marks might have been made by iron tools. For example, the tip of a arrowhead or a small knife. The rock being very soft, one could easily make an incision of a thin type with small blades as well. For example, a microlith can be used for making incision. It is one side the unfinished, the untouched pebble, and the other side with some flakes removed. And at the center of the stone, there will be a point or some blade-like portion with which the chopping exercise can be done. It was basically a chopping tool. That has to be perceived in terms of a kind of evolutionary trajectory. If you look at the pictures, it's an assembly of some 4 or 5 different stages of drawing. The most crude part, and also perhaps the simplest, is the cross-like incision. And if you reduce even that drawing into its basic constituent, the sign that you get is the cano-like incision, which results when a Neolithic tool is sharpened. But in the case of the Edakal cave, these were consciously made marks, not accidentally, and then in the process of sharpening the tool, slightly modified. That's not the case. But in certain places, elsewhere in South India, particularly in the suspected Neolithic settlements, some kind of a designing is also seen along with the actual marks of tool sharpening. But these are very hard rocks where a Neolithic celt can be sharpened. But the sharpening process is this. So definitely this process will create an incision of the middle part deeper and then the other 2 ends shallow. That's the cano kind of incision. But that being the mark appreciated by the Neolithic people first. In the process of their sharpening of the tool, they were also observing the result of their exercise. And then out of the natural creative attitude of the people, they might have deviated the direction, and sometimes a symmetry must have been achieved if an incision is made like this and another towards one side, and then there would be a tendency to achieve some kind of symmetry. So an equally tangent kind of incision would be purposefully made, and then it would become a picture like this. In the case of Edakal,
the basic constituent is this design or this incision with which they were familiar. They had inherited that as Neolithic people. So I have this belief that the late Neolithic people who were towards the iron using phase might have stayed there for quite some time. മിക്കവാറും എല്ലാ വൻകരകളിലും ചരിത്രാതീതകാല പാറച്ചിത്രങ്ങളും ഗുഹാചിത്രങ്ങളും നിലനിൽക്കുന്നുണ്ട്. രണ്ടു തരം ചിത്രങ്ങൾ കണ്ടുവരുന്നു. ചായങ്ങൾ കൊണ്ട് വരച്ചവയും ചായമുപയോഗിക്കാതെ പ്രതലത്തിൽ കോറി വരച്ചവയും. ഇന്ത്യയിലെ ഭീംബേഡ്കയിലെയും ദാരാഗി ചത്താനിലെയും കൽക്കുഴി ചിത്രങ്ങൾ ഹോമോസാപ്പിയൻ കാലത്തിനും മുൻപുള്ളതാണ്. ഇന്തോനേഷ്യയിലെ സുലാവേസി ഗുഹയിലെ കൈപ്പത്തി ചിത്രങ്ങളും ഇറ്റലിയിലെ അൾട്ടാമീറ ഗുഹയിലെ മൃഗ ചിത്രങ്ങളും ഓസ്ട്രേലിയയിലെ കങ്കാരു ചിത്രങ്ങളും ഭീംബേഡ്കയിലെ ആനച്ചിത്രങ്ങളും കേരളത്തിലെ മറയൂരിലെ വരയാടുകളുടെ ചിത്രങ്ങളും ആട്ടലയിലെ മൃഗസസ്യജാലങ്ങളുടെ ചിത്രങ്ങളും പയ്യന്നൂരിനടുത്ത് ഏറ്റുകുടുക്കയിലെ കാളകളുടെ ചിത്രങ്ങളും എടക്കലിനടുത്ത് തൊവരിയിലെ ജ്യാമിതീയ രൂപങ്ങളും ഇവയുടെ ചില മാതൃകകളാണ്. തുറസ്സായ സ്ഥലത്തുള്ള പാറയിൽ വരച്ചുവെച്ച സങ്കീർണമായ ജ്യാമിതീയ രൂപങ്ങളാണ് തൊവരിയിലെ ചിത്രങ്ങൾ. എടക്കൽ ചിത്രങ്ങളുടെ അടിസ്ഥാന ജ്യാമിതി തന്നെയാണ് അവക്കുമുള്ളത്. കേരളത്തിലെ കൊത്തുചിത്രകലയുടെ പ്രാരംഭദശ ആയിട്ടാണ് കേസരി എ ബാലകൃഷ്ണപിള്ള എടക്കൽ ചിത്രങ്ങളെ കാണുന്നത്. Circle, square, and even cross are seen there. It is not particular to Edakkal caves because these forms we are getting all over the world. There are a number of situations in the consciousness of human beings. When we study the subconscious mind and also the conscious mind of the society, it is possible for us to see that there were some universal alphabets. Universal alphabets of visual language can be seen across the world. Franz Boas, one of the eminent analysts of this kind of art, has said that there can be two ways of analyzing these things. And human mind has got a particular way of expressing these things. Some of the things we are seeing as natural and some of the things we are seeing as conceptual. And conceptual representation is a kind of intellectual activity of the human brain which is very powerful from the prehistoric period. The conceptual form of a human being, conceptual form of a bird, conceptual form of an animal, all these are derived from what we see outside. So that kind of ability of the mind and also the brain is seen everywhere. In Kerala, when we see later art forms, that means what we call kalam, the floor pictures, and the temple murals, and also the face paintings of Teyyam, Padayani, all those things. We have to see one thing. All those forms are thickly packed. Not even a millimeter of space is kept blank. That's a very important style of Kerala. Without giving any blank space, the total space is filled up with forms. And the same style it is possible for to see in many parts of Edakkal walls. പരുപരുത്ത പാറപ്രതലത്തിൽ കോറിവരയലുകൾ കൊണ്ട് മാത്രം ശില്പവടിവ് സൃഷ്ടിക്കുവാനുള്ള രൂപബോധവും രചനാപാടവവും ഇവയുടെ ശില്പികൾക്ക് ഉണ്ടായിരുന്നു. ദീർഘദേശാടനം കഴിഞ്ഞ് ഇവിടെ എത്തിയ ആദിമവർഗത്തിൻ്റെ പ്രഥമ ആരാധനാ കേന്ദ്രമായിരുന്നു എടക്കൽ എന്ന് ഈ കൊത്തുചിത്രങ്ങളും ഇപ്പോഴത്തെ അനുഷ്ഠാനങ്ങളും നമ്മോട് പറയുന്നുണ്ട്. അവരുടെ ആദ്യത്തെ ആവിഷ്കാരങ്ങളാവാം ഈ ശിലാചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ കോറിയിടുന്നതിലൂടെയാണ്
അവർ ജീവിതത്തെ പരിതോവസ്ഥകൾക്കനുസരിച്ച് മെരുക്കിയെടുത്ത് അഡാപ്റ്റേഷൻ സാധ്യമാക്കിയത്. കൂട്ടായ്മയെ നിലനിർത്തുവാനുതകുന്ന സന്ദേശങ്ങളും അവ വിനിമയം ചെയ്യുന്നു. മുള്ളുക്കുറുമ്പ സമുദായത്തിൽപ്പെടുന്നവർ അതിപ്രാചീന കാലം മുതലുള്ള അവരുടെ ആരാധനാമൂർത്തികളെയാണ് എടക്കൽ ചിത്രങ്ങളിൽ കാണുന്നത്. തമ്പുരാട്ടി, അറണാട്ടച്ചൻ, മുടിയമ്പില്ലി, കല്ലിയപ്പൻ തുടങ്ങിയ ദൈവങ്ങളെ. എടക്കൽ മലയുടെ അടിവാരത്തിലുള്ള കാവിൽ ഈ മൂർത്തികളെ അവർ ആരാധിക്കുന്നു. കുറച്ചകലെ നെല്ലറച്ചാലിലുള്ള പുതിയ കാവിൽ ഈ ദൈവങ്ങളുടെ തെയ്യക്കോലങ്ങളെ കെട്ടിയാടിക്കുകയും ചെയ്യുന്നു. ശ്രേണിയിൽ താഴെ നിൽക്കുന്ന ജേനുക്കുറുമ്പരും അനുഷ്ഠാനങ്ങളിൽ അവർക്കൊപ്പം പങ്കുചേരുന്നു. പാറച്ചിത്രങ്ങളുടെ വ്യാഖ്യാനത്തിൽ സ്വീകരിച്ചിരുന്ന പരമ്പരാഗതമായ സിദ്ധാന്തങ്ങൾ 1994 ഫ്രാൻസിൽ ഷോവേ ചിത്രങ്ങൾ കണ്ടെത്തിയതോടുകൂടി അപ്രസക്തമായി തീർന്നു. 32,000 വർഷങ്ങൾക്ക് മുൻപ് ഷോവേ ചിത്രങ്ങൾ വരച്ചവരുടെ മസ്തിഷ്ക വികാസം ആധുനിക മനുഷ്യരുടേതിന് തുല്യമായിരുന്നു. ചിത്രകലയിലെ മാസ്റ്റേഴ്സിൻ്റെ രചനകളേക്കാൾ സാങ്കേതിക തികവായിരുന്നു അവക്ക്. അതോടുകൂടി പ്രാകൃത കലയെക്കുറിച്ച് ദീർഘകാലമായി നിലനിന്നിരുന്ന കാഴ്ചപ്പാടുകൾ മാറിത്തീർന്നു. പ്രാകൃത കല എന്ന വർഗീകരണം തന്നെ നിലനിൽക്കാതായി. ഇതേ കാലത്ത് തന്നെ ന്യൂറോ സയൻസിലുണ്ടായ കണ്ടെത്തലുകൾ ഇതിന് സൈദ്ധാന്തികമായ അടിത്തറയൊരുക്കുകയും ചെയ്തു. മസ്തിഷ്കത്തിൻ്റെ സൂക്ഷ്മ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് കലയെന്നും മസ്തിഷ്കത്തിൻ്റെയും കലയുടെയും നിയമങ്ങൾ ഒന്നു തന്നെയെന്നും ന്യൂറോ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ സമീർ സെക്കി നിർവചിച്ചു. പ്രാകൃത കല അപരിഷ്കൃതരായ മനുഷ്യരുടെ ആവിഷ്കാരങ്ങളാണെന്ന കാഴ്ചപ്പാടുകൾ അതോടുകൂടി ചോദ്യം ചെയ്യപ്പെട്ടു. കലയിൽ ഉച്ചനീചത്വങ്ങൾ ഇല്ല. എടക്കൽ ചിത്രങ്ങൾ നമ്മോട് പറയുന്നതും അതുതന്നെ. ഈ ജ്ഞാനാത്മക സൗന്ദര്യശാസ്ത്ര സങ്കല്പം എടക്കൽ ചിത്രങ്ങളെ വായിക്കുവാൻ സഹായകമാകുന്നു. ആധുനിക കലയുടെ നിയമങ്ങൾ കൊണ്ടല്ല എടക്കൽ ചിത്രങ്ങളെ വായിക്കേണ്ടത്. കലയുടെ പ്രയോജനത്തെക്കുറിച്ച് നിലവിലുള്ള കാഴ്ചപ്പാടുകൾ ഡെനിസ് ഡെറ്റനെ പോലുള്ള എവല്യൂഷണറി ബയോളജിസ്റ്റുകളും നിരാകരിക്കുന്നു. മനുഷ്യവർഗം ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം പരിതോവസ്ഥകൾക്കനുസരിച്ച് അതിജീവനം, അഡാപ്റ്റേഷൻ സാധ്യമാക്കിയിരുന്നു. അതിജീവനം സാധ്യമാക്കുവാൻ വേണ്ടിയാണ് കല സൃഷ്ടിക്കുന്നത് എന്ന് എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ കരുതുന്നു. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളെല്ലാം വ്യക്തിയുടെ നിലനിൽപ്പിനാണ് പരമപ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിന് ഏറ്റവും ആവശ്യം ആഹാരമാണ്. അതു കഴിഞ്ഞാൽ വംശത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ലൈംഗികതയിലൂടെ വംശവർധന സാധ്യമാവുന്നു. ഇവ കൂടാതെ ജനനമരണങ്ങളെപ്പറ്റിയുള്ള ഉത്കണ്ഠകളും മനുഷ്യരെ അലട്ടുന്നു. ഇവയിൽ നിന്നാണ് ആദിമ മതസങ്കല്പങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതെന്ന് എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. എടക്കൽ ചുമരുകളിൽ ഈ 3 സംഗതികളും വായിച്ചെടുക്കാം. ആഹാരത്തിന് ഉതകുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഇരു ചുമരുകളിലും സൂക്ഷ്മമായി വരച്ചു വച്ചിട്ടുണ്ട്. വംശവർദ്ധനവിന് ആവശ്യമായ ലൈംഗിക സൂചകങ്ങളെ യഥാതഥമായും പ്രതീകാത്മകമായും ഇവിടെ വരച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷ ജനനേന്ദ്രിയങ്ങൾ, ഗർഭം ധരിച്ച സ്ത്രീകൾ, ഇണചേരാൻ സന്നദ്ധരായി നിൽക്കുന്ന മൃഗങ്ങൾ തുടങ്ങിയ ഉർവരതാ ചിഹ്നങ്ങൾ ആവർത്തിച്ചു വരച്ചിട്ടുണ്ട്. ഇടതുവശത്തെ ചുമരിലെ ആദ്യ ചിത്രം സ്ത്രീ ജനനേന്ദ്രിയത്തിൽ നിന്നും നീണ്ടുവരുന്ന മനുഷ്യരൂപമാണ്. സ്ത്രീ ജനനേന്ദ്രിയം തുടകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കാണിക്കുന്ന രീതിയിലാണ് വലതുവശത്തെ ചുമരിൽ വരച്ചിരിക്കുന്നത്. മറ്റൊരു സ്ത്രീ ജനനേന്ദ്രിയ ചിത്രത്തോട് ചേർത്ത് പുരുഷലിംഗം കോറിയിട്ടിരിക്കുന്നു. ലോകത്തിലെ ചരിത്രാതീതകാല പാറച്ചിത്രങ്ങളിൽ വലുപ്പം കൊണ്ട് ഈ ജനനേന്ദ്രിയ ചിത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഭഗവിടവിൽ നിന്ന് മനുഷ്യരൂപം പുറത്തു വരുന്നതും കാണാം. ഇത് ജനനത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. ഇണചേരാൻ സന്നദ്ധരായി നിൽക്കുന്ന മൃഗങ്ങൾ 2 ചുമരുകളിലുമുണ്ട്. ഇവ മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്ന കുലചിഹ്നമാവാം. ഒരു ചിത്രത്തിൽ മൃഗത്തിൻ്റെ കൊമ്പ്
ഭഗചിത്രത്തോട് ചേർത്ത് വരച്ചിരിക്കുന്നു. ഭഗചിത്രങ്ങളെ പ്രാചീന ശിലായുഗ കാലത്തിലെ രചനകളായിട്ടാണ് നരവംശാസ്ത്രജ്ഞർ പരിഗണിക്കുന്നത്. എടക്കലിലെ ഭഗചിത്രങ്ങൾ കേരളത്തിലെ പ്രാചീന ശിലായുഗ മുദ്രകൾ ആവാം. സ്ത്രീ ജനനേന്ദ്രിയത്തെ ആരാധനാ വസ്തുവാക്കുന്ന ദക്ഷിണേന്ത്യയിലെ ലജ്ജാഗൗരി ശില്പം, ആസാമിലെ കാമാഖ്യാദേവി ശില്പം തുടങ്ങിയവയുടെ ആദിമരൂപം ഈ ഭഗചിത്രങ്ങളിൽ കാണാം. ഇതേ ശൈലിയിലുള്ള മറ്റൊരു ചിത്രത്തിൽ ഭഗസൂചകമായ ജ്യാമിതീയ രൂപത്തിൽ നിന്ന് മനുഷ്യരൂപം ഉയർന്നു വരുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ ഭാവനയിലെ മഹാലക്ഷ്മിയുടെ പൂർവ്വ മാതൃകയാണിത്. പ്രജനന രഹസ്യത്തിൻ്റെ വിശദീകരണമാണ് ഈ ഉർവരതാ ചിത്രങ്ങൾ. സ്ത്രീ ജനനേന്ദ്രിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ സ്ത്രീയെ ആരാധനാ വസ്തുവാക്കി അമ്മ ദേവതയാക്കി മാറ്റുകയാണിവിടെ. മനുഷ്യനിൽ നിന്ന് ദേവത കിളിർത്തു വരുന്ന ഈ ശ്രദ്ധേയമായ ചിത്രം ഇതിന് അടിവരയിടുന്നു. ഈ ആരാധനാരൂപങ്ങളിൽ നിന്നാവാം കൊറ്റവയ്യെയും മലദേവതമാരെയും ആരാധിക്കുന്ന സമ്പ്രദായങ്ങളിലേക്ക് പരിണമിച്ചത്. മുള്ളുക്കുറുമ്പർ വേട്ടാടച്ചിയമ്മ എന്ന മലദേവതയെ ആരാധിക്കുന്നുവെന്ന് എഡ്ഗാർ തേഴ്സ്റ്റൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണം എന്ന പ്രതിഭാസത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഇരു ചുമരുകളിലുമുണ്ട്. ഇവയിൽ ശവസംസ്കാര ചടങ്ങുകളെ സൂചിപ്പിക്കുന്നവ സവിശേഷ പ്രാധാന്യമർഹിക്കുന്നു. ചരിത്രകാരന്മാർ ഉരുൾവണ്ടികളായി വ്യാഖ്യാനിച്ച ചിത്രരൂപങ്ങളെ പുതിയ ഗവേഷകർ മരണാനന്തരക്രിയയുടെ സൂചകങ്ങളായി വായിക്കുന്നു. ജനനം പോലെ തന്നെ മറ്റൊരു നിഗൂഢമായ പ്രക്രിയയാണ് മരണവും. മരണം ഉണ്ടാക്കുന്ന ശരീരത്തിൻ്റെ ജൈവികമായ പരിണാമത്തെയും പ്രേതത്തിൻ്റെ മരണാനന്തര സാന്നിധ്യത്തെയും മറികടക്കാൻ ആദിമകാല മനുഷ്യർ അനുഷ്ഠാനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പരേത കർമ്മങ്ങൾ കൂട്ടായ്മയെ നിലനിർത്തുവാനുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ആത്മീയ ചോദനയുടെ ആവിഷ്കാരവും ആണ് അത്. ദീർഘചതുരാകൃതിയിലുള്ള കള്ളിക്കകത്ത് ഇരുവശവും വൃത്തത്തോടുകൂടി വരച്ചിരിക്കുന്ന ഏണി രൂപം ഉരുൾവണ്ടിയാണെന്ന് മുൻകാല പഠനങ്ങളിൽ വ്യാഖ്യാനിച്ചിരുന്നു. പരേത കർമ്മവുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ വായനയിൽ അത് ശവം എടുത്തുകൊണ്ടുപോകുവാനുള്ള പറം ആയും അധിക ചിഹ്നമടങ്ങിയ വൃത്തം മരണത്തിൻ്റെ സൂചകമായും മാറുന്നു. ഏണി രൂപം പരേതാത്മാവിന് ഉപരിലോകത്തേക്ക് കയറിപ്പോകുവാനുള്ള പടവുകളാണെന്നും ചില ഗവേഷകർ വ്യാഖ്യാനിക്കുന്നു. ഏണി പോലുള്ള രൂപത്തോട് ചേർത്ത് പൊതിഞ്ഞുവെച്ച മനുഷ്യരൂപം വരച്ചിരിക്കുന്നു. മനുഷ്യരൂപത്തോട് ചേർത്തല്ലാതെയും ഏണി രൂപങ്ങൾ വിന്യസിച്ചത് കാണാം, ശവശരീരങ്ങളെ കാത്തിരിക്കുന്നത് പോലെ. ഇരട്ട ബാഹ്യരേഖകൾ കൊണ്ട് വരച്ച ശിരോമുണ്ടനം ചെയ്ത മനുഷ്യരൂപങ്ങൾ പൊതിഞ്ഞുവെച്ച ശവശരീരങ്ങളാണെന്ന് മനസ്സിലാക്കാം. പറത്തോട് ചേർത്തല്ലാതെയും ഇവ കാണുന്നു. ജനന മരണങ്ങളുടെ നിഗൂഢതകൾ പരിഹരിക്കാനുള്ള മനുഷ്യതൃഷ്ണയുടെ ആവിഷ്കാരങ്ങൾ എടക്കൽ ചുമരുകളിൽ പല രീതിയിൽ വരുന്നുണ്ട്. ചെറുതും വലുതുമായ മനുഷ്യരൂപങ്ങൾ മുടിവെച്ച് കൈയുയർത്തി നടത്തുന്ന സംഘനൃത്തം ഇതിൻ്റെ ഭാഗമാവാം. സവിശേഷമായ രൂപവിസ്താരമുള്ള പല ഡിസൈനുകളിൽ വരച്ച കോലങ്ങൾ അന്നത്തെ ആരാധനാമൂർത്തികളുമാവാം. വൈവിധ്യമാർന്ന നിരവധി മൂർത്തികളുടെ രൂപം ഭാവന ചെയ്യാനുള്ള ജ്ഞാനാത്മകമായ ബോധം അവയിൽ തെളിയുന്നു. लैंग्वेज एडकल, इसका अर्थ है बीच वाला पत्थर. ऊपर को देखो बीच में पत्थर पड़ा है, इसलिए इस गुफा का नाम एडकल रखा है. इस गुफा का इम्पोर्टेंट है आदि मानवों का न्यू स्टोन है जो घर है, उन लोग रॉक से रॉक के ऊपर खोजा हुआ ड्राइंग है, शायद कम्युनिकेशन के लिए बना दिया होगा, नहीं तो उनका चित्रकला होगा. इनमें से पूरा डीकोड हुआ नहीं, इनमें से डीकोड है. ये देख लो दोनों हाथ ऊपर करके ऐसे खड़ा हुआ आदमी का रूप नजर आएगा इस तरह. ये इनका गोत्र मुखियन शिफ्ट एंड ग्रुप ऑफ लीडर है. इसका सामने वाला चेहरा है, पास में वो पीछे मुड़ कर खड़ा है, उनका पीछे वाला चेहरा है आमने सामने का. और ऊपर को देखो एक माँ एक बच्चा, बड़ी वाली मुकुट पहनकर हाथ देने वाले कर फीमेल है, छोटी सी मुकुट पहनकर हाथ देने वाले कर बच्चा है. बच्चे के मुकुट के साथ में एक वाइल्ड एनिमल से पूंछ टांग हाथ त्रिकोण जैसे सिर पीछे को टेन कर खड़ा है. आप थोड़ा इस तरफ देखने से राउंड में एक चक्कर नजर आएगा. ജനന മരണങ്ങൾക്കിടയിലുള്ള നിഗൂഢതകളും ഉത്കണ്ഠകളും വ്യാകുലതകളും തന്നെയാണ് എടക്കൽ ചിത്രങ്ങളിൽ തെളിയുന്ന മുഖ്യ മനുഷ്യാനുഭവങ്ങൾ.
എടക്കൽ ചിത്രങ്ങളെ സംഗ്രഹിച്ച് പറയാവുന്ന ഒരു ചിത്രസ്ഥലി ഇവിടെയുണ്ട്. ശവസംസ്കാരത്തെ സൂചിപ്പിക്കുന്ന പറവും അതിനോട് ചേർത്ത് വരച്ച മനുഷ്യ ശരീരവും. പിറകിൽ നിന്ന് ഒരു ചെടി കിളിർത്തു വരുന്നു. തൊട്ടടുത്തു തന്നെ വളരെ പ്രാധാന്യത്തോടെ വരച്ച സ്ത്രീ പുരുഷ ജനനേന്ദ്രിയങ്ങൾ. ഭഗരൂപം പ്രസവസൂചന കൂടി വഹിക്കുന്നു. മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും ഈ രണ്ട് ഇമേജുകൾ എടക്കൽ ചിത്രങ്ങളുടെ സാരസംഗ്രഹമായി വർത്തിക്കുന്നു. മരണത്തെ ജനനത്തിലൂടെ അതിജീവിക്കാമെന്ന ആദിമ മനുഷ്യരുടെ ശുഭാപ്തി വിശ്വാസം ചിത്രത്തിൽ ദർശിക്കാം. ഈ ദർശനത്തിൻ്റെ അനുസ്യൂതി തന്നെയാണ് ആധുനിക മനുഷ്യരുടെ ആവിഷ്കാരങ്ങളിലും കാണുന്നത്. ആദിമ മനുഷ്യരുടെയും ആധുനിക മനുഷ്യരുടെയും ചിന്തകളുടെ അന്തർധാരയിൽ ഒരു മാറ്റവുമില്ല എന്ന് ഈ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എടക്കൽ ഗുഹയിൽ ധാരാളം മരങ്ങളും ഈ മലനിരകളും മൊത്തം മരങ്ങളൊക്കെ നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു. കുടിയേറ്റക്കാരുടെ കടന്നെടുത്തോടുകൂടി പരിസരത്തെയും ഗുഹയ്ക്കുള്ളിലെ മരങ്ങൾ നശിക്കപ്പെട്ടതിന് ശേഷം 1979 ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തറനിരപ്പിൽ നിന്ന് 1 മീറ്റർ ഉയരത്തിലായിരുന്നു ഇതിനകത്തെ മണ്ണിൻ്റെ നിരപ്പുണ്ടായിരുന്നു. പിന്നീട് 84 ഡോക്ടർ ഇ ടില്ലറുടെ നേതൃത്വത്തിൽ കിഴക്കേ ചുമരിൻ്റെ തെക്കേ അറ്റത്ത് എക്സ്കർഷൻ നടത്തി ഇതിനകത്ത് ധാരാളം മൺപാത്രങ്ങളും കരി തുടങ്ങിയിട്ടുള്ള പ്രാചീന അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഉത്ഖനനത്തിൽ ചിത്രങ്ങൾ ഏകദേശം 1 മീറ്ററോളം താഴത്തിൽ മണ്ണ് നീക്കി പുറത്തെടുക്കുകയും ചിത്രങ്ങൾക്ക് ഒരുപാട് വ്യക്തതകൾ കൈവരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗോത്രത്തലവരുടെ ചിത്രം കാൽപാദത്തിൻ്റെ മുകൾ വരെ മണ്ണ് മൂടിക്കിടന്നായിരുന്നു. ആ ചിത്രം മണ്ണ് നീക്കിയതിന് ശേഷം വളരെ വ്യക്തമാവുകയും പിന്നീട് ഖനനം ചെയ്ത ഭാഗത്തു നിന്ന് വേർതിരിച്ചെടുക്കുകയുണ്ടായി. കേരള സംസ്കാരത്തിൻ്റെ ആദിമ ഗർഭപാത്രമാണ് എടക്കൽ. ഇതിൽ നിന്നാണ് കേരളത്തിൻ്റെ മതം, അനുഷ്ഠാനങ്ങൾ, സംസ്കാരം, കല തുടങ്ങിയവയെല്ലാം പൊട്ടിവിരിഞ്ഞത്. തിരുത്തലുകളോ മാറ്റിവരയലുകളോ ഇല്ലാത്ത അത്യന്തം സാങ്കേതിക തികവാർന്ന ഈ പാറച്ചിത്രങ്ങൾ ആധുനിക മനുഷ്യരെ വിനീതരാക്കുന്നു. കേരളീയ ബഹുസ്വര സമൂഹത്തിൻ്റെ ആരൂഢമാണ് എടക്കൽ. അതിൽ നിന്നാണ് കേരളത്തിൻ്റെ ജനിതകം നിർണയിക്കേണ്ടത്. ചരിത്രാതീതകാല മനുഷ്യർ ഭാവിയിലേക്ക് എഴുതിവെച്ച മായ്ക്കാനാവാത്ത രേഖാസഞ്ചയമാണ് എടക്കൽ ചിത്രങ്ങൾ.